നമസ്കാരം. ഏറെ വിവാദമായ ഡൽഹി മദ്യനയ കേസ് കഴിഞ്ഞ 1.5 വർഷത്തോളമായി CBIയും EDയും അന്വേഷിക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ED വളരെ ധൃതി പിടിച്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പിന്നാലെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ദി ബെൽറ്റിൽ BJPക്ക് വെല്ലുവിളി ഉയർത്തുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ, തന്ത്രങ്ങളുടെ ബുദ്ധിരാക്ഷസൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ പല വഴിയും പയറ്റിയത്. നേരത്തെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചടക്കം ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ കേന്ദ്രം കവർന്നെടുത്തിരുന്നു. ഇതെല്ലാം ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആം ആദ്മി ആവർത്തിച്ചിട്ടും കേന്ദ്ര സർക്കാർ കുലുങ്ങിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കവെയാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മൗനത്തെ BJPയും ഭയക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. കാരണം പൂജ്യത്തിൽ നിന്ന് വളർന്ന് ഡൽഹിക്കാരുടെ ഹൃദയം നേടിയ നേതാവാണ് കെജ്രിവാൾ. ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ അധികാരം പിടിച്ചതും കെജ്രിവാളിന്റെ ബുദ്ധിയിലാണ്. EDയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ സുപ്രീം കോടതി ഇടപെടലും നിർണായകമാകും. കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയാൽ പുറത്തുവരുന്ന കെജ്രിവാൾ ഇരട്ട കരുത്തനാകുമെന്ന് ഉറപ്പാണ്. 9 വട്ടം സമൻസുമായി ED വട്ടം കറങ്ങിയത് അറസ്റ്റിന്റെ കരുക്കൾ നീക്കിയാണെന്ന സൂചന ആം ആദ്മി പാർട്ടിയുടെയും ദേശീയ രാഷ്ട്രീയത്തിന്റെയും അണിയറയിൽ നേരത്തെ ചർച്ചയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുണ്ടായ അറസ്റ്റ് രാജ്യം കണ്ട വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ചരിത്രത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും മായാൻ എളുപ്പമല്ലാത്ത ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നു. EDയെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന ആരോപണം ആവലാതിയായി ഉയർത്തുന്നതിനിടയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവിനെ തന്നെ അഴിക്കുള്ളിലാക്കി സൃഷ്ടിച്ച ആഘാതം പ്രതിപക്ഷ ക്യാമ്പിനെ അമ്പരപ്പിലാഴ്ത്തിയിട്ടുണ്ട്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതിനു ശേഷം കെജ്രിവാളും തെരഞ്ഞെടുപ്പ് കളത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മാറി നിൽക്കേണ്ടി വരുന്നത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും. BJPയെ നേരിടാൻ കോൺഗ്രസുമായി കൈകോർത്ത് സുഗമമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിൽ ഇറങ്ങുമ്പോഴാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിന്റെ രാഷ്ട്രീയത്തിലും കെജ്രിവാളിന്റെ അഭാവം നിഴലിക്കും. എന്നാൽ പുറത്തു നിൽക്കുന്നതിനേക്കാൾ കരുത്ത് അഴികൾക്കകത്ത് കിടക്കുമ്പോഴാണെന്ന ചരിത്രത്തിന്റെ ആവർത്തനം അടിയന്തരാവസ്ഥയിൽ എന്ന പോലെ ഓർമ്മപ്പെടുത്തിയാൽ തിരഞ്ഞെടുപ്പ് ഫലം ഡൽഹിയിൽ മറ്റൊന്നാകാം. തങ്ങളുടെ ജനകീയനായ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനോട് ഡൽഹി ജനത എങ്ങനെ പ്രതികരിക്കും എന്നതും നിർണായകമാണ്. EDയും അന്വേഷണവും അറസ്റ്റും ജനപിന്തുണയുടെ അളവേറ്റിയാൽ വിധി മാറിമറിഞ്ഞേക്കാമെന്നും പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൈകോർത്തതിന്റെ ആശങ്കയാണ് തിടുക്കപ്പെട്ടുള്ള നീക്കത്തിന്റെ ഉള്ളടക്കമെന്നും പ്രതിപക്ഷം സംശയിക്കുന്നു. തെലങ്കാനയിലെ BRS നേതാവ് K കവിതയെ മദ്യനയ കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് ദിവസങ്ങൾ അധികമായില്ല. TMC നേതാവും മുൻ ലോക്സഭാംഗവുമായ മഹുവ മൊയ്ത്രയ്ക്കെതിരെ ചോദ്യക്കോഴക്കേസിൽ CBI അന്വേഷണം നടക്കുകയാണ്. ഡൽഹിയിലെ ആപ്പ് രാഷ്ട്രീയത്തിലെ രണ്ടാം മുഖവുമായ മനീഷ് സിസോദിയ മദ്യനയ കേസിൽ 14 മാസമായി ജയിലിലുമാണ്. അതേ കേസിൽ ആപ്പിന്റെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് 5 മാസമായി ഇരുമ്പഴിക്കുള്ളിൽ. കള്ളപ്പണക്കേസിൽ മുൻ ആപ്പ് മന്ത്രി സത്യേന്ദ്ര ജെയിൻ 2 വർഷമായി തീഹാർ ജയിലിൽ. EDയുടെ തിരച്ചിൽ വാഹനം പ്രതിപക്ഷത്തിന്റെ റോഡ് മാർഗം വീണ്ടും യാത്ര തുടരുമ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വീണ്ടും പൊള്ളുകയാണ്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ഒരുങ്ങുകയാണ്. എല്ലാ BJP ഓഫീസുകളിലേക്കും മാർച്ച് സംഘടിപ്പിക്കാൻ പാർട്ടി ആഹ്വാനം ചെയ്തു. ഇതേ തുടർന്ന് ഡൽഹിയിൽ ഉൾപ്പെടെ BJP ഓഫീസുകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള BJPയുടെ വേട്ടയാടലിന്റെ ഭാഗമാണെന്നും ആരോപിച്ച് ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾ രംഗത്ത് വന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ കനത്ത പ്രതിഷേധം തുടരുകയാണ്. ചില മന്ത്രിമാരെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കെജ്രിവാളിന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ കാണും.